നമ്മളിവിടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷം മാറ്റിവിട്ടാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരനായ മേജർ ഉണ്ണികൃഷ്ണനെ നമ്മുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. സർ, നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നും, പക്ഷേ എന്നെ മേജറാക്കിയത് എന്റെ ഈ സ്കൂൾ തന്നെയാണ്. ആഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അവധി ദിവസമാണ്. എനിക്കും അങ്ങനെ ആയിരുന്നു. പക്ഷേ 2001 ആ ആഗസ്റ്റ് 15 ദിവസത്തിൽ ഞാൻ വീട്ടിലിരുന്നില്ല, സ്കൂളിലേക്കാണ് പോയത്. നീ എന്തിവിടെ ആഗസ്റ്റ് 15 അവധിയാ? അതെനിക്കറിയാം, എന്നാലും സ്കൂളിൽ ഒന്ന് ചുമ്മാ വന്നതാ. ഇവിടെ എന്ത് നടക്കുന്നതൊക്കെ ഒന്ന് അറിയണ്ടേ? അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? അല്ല, ആഗസ്റ്റ് 15 അല്ലേ, ഇവിടെ പായസമൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലാഗ് വെക്കുമ്പോ മുട്ടായി വീഴും, അതും തിന്നെ. ഓ ശരിയെന്നാ, ഞാൻ ക്ലാസ് വരെ ഒന്ന് പോയിട്ട് വരാം. പതാക ഉയർത്തല് തുടങ്ങിയോ? ആരുമില്ല, അടിപൊളി. ഒരെണ്ണെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ചെല്ലുമ്പോഴത്തേക്ക് തീർക്കല്ലേ. എന്താടാ, കിട്ടിയില്ലേ? ഫുള്ള് തോരണമായിരുന്നു, മുട്ടായി ഒന്നും ഇല്ലായിരുന്നു. ഇനി എൻ്റെ ആകെയുള്ള പ്രതീക്ഷ പായസത്തില. അതെന്താ സൗണ്ട്? ഓ, അതാ NCC പിള്ളേരുടെ പരേഡ. കാണാൻ കൊള്ളാന്നൊന്നുമില്ല, എല്ലാം പായകളാ. ആണാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് നോക്കായിരുന്നു. NCC നേരത്തെ ചേരണ്ടായിരുന്നു. ഓ, ഓഗസ്റ്റ് 15 മാത്രം ഉണ്ടാകുന്ന രാജ്യം അത് പടയെടുക്കാൻ. എന്നാലും എന്തായിരിക്കും അത്? NCCയുടെ മാർച്ചാടാ. അതല്ലടാ, കടലപ്പരിപ്പായിരിക്കോ, സേമിയ ആയിരിക്കോ, അതോ അടപ്രഥമനായിരിക്കോ? അതെന്തോ വേറൊരു സൗണ്ട്? എടാ, അത് അവരാ ദൂരദർശന് സ്വാതന്ത്ര്യ പരേഡ് കാണുന്ന അതിന്റെ ആ സൗണ്ട് കേൾക്കുന്നത്. അത് ശരി. നീ ഇവിടെ പായസം വെച്ചോണ്ട് പോയി, ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. NCC നേരത്തെ ചേരണ്ടായിരുന്നു. ഓ, ഓഗസ്റ്റ് 15 മാത്രം ഉണ്ടാകുന്ന രാജ്യം അത് പടയെടുക്കാൻ. അവനപ്പ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും അന്ന് മാത്രമല്ല, അന്നു മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് രാജ്യസേവനം ചെയ്യുക എന്നുള്ളത്. അന്നു മുതൽ ഒരു സബ്ജക്റ്റും കൂടി ആഡായി എൻ്റെ സിലബസിൽ. വേറൊന്നുമല്ല, പട്ടാളത്തിലോട്ടുള്ള ട്രെയിനിങ്. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അവിടെ കുറേ പേരുണ്ടായിരുന്നു, പട്ടാളത്തിൽ പോയവരും പോവാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള ഒത്തിരി പേര്. അതിലൊരാളായിരുന്നു ഞങ്ങളുടെ സ്വന്തം വിനുവണ്ണൻ. വിനുവണ്ണൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഓൾറൗണ്ടറായിരുന്നു. അതുമാത്രമല്ല, പുള്ളി ക്രിക്കറ്റ്, ഫുട്ബോള് ഒന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളിലും സകലകലാ വല്ലഭനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പട്ടാളത്തിൽ പോവുക എന്നുള്ളത് അനായാസമായ ഒരു കാര്യമായിരുന്നു. പട്ടാളത്തിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പുള്ളിക്ക് വാതോരാതെ പറയാനുള്ള സമയമില്ല. ഞാൻ ശരിക്കും പട്ടാളത്തിൽ കയറിയതേ, പട്ടാളത്തിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് പ്രിവിലേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും വീട്ടുകാർ സേഫ് ആണല്ലോ. കുറച്ചാൾ ജോലി ചെയ്തിട്ട് വന്നിട്ടായും പെൻഷനൊക്കെ കിട്ടും, ലൈഫ് സെറ്റ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാ എന്റെ ചിന്താഗതി മൊത്തത്തിൽ മാറി. ആൾക്കാർ സ്വന്തം ജീവൻ പണയം വെച്ച് നാടിനെ എന്തിനാ കാക്കുന്നതെന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ആപത്ഘട്ടത്തിലും എന്റെ ജീവൻ പറഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവരെ സംരക്ഷിക്കും. അതാ എന്റെ മൈൻഡ്. എനിക്കിപ്പം എന്റെ സ്വന്തം ജീവൻ പോയാൽ പോലും എനിക്കൊരു പേടിയുമില്ല. നമ്മളെ പട്ടാളത്തിലുള്ള മറ്റേ ബിരിയാണിയില്ലായിരുന്നു, പുള്ളി ഇപ്പം മരിച്ചെന്ന് പറഞ്ഞോണ്ട്. എപ്പോ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്നോ?
എടാ നേരത്തെ മുഴുവൻ മരിച്ചതാ. പിന്നെ ആരെ അറിയിപ്പിക്കാൻ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നതാ. തന്നെത്താനേ താരം വാനിൽ മായുന്നേ. എനിക്കിപ്പം എന്റെ സ്വന്തം ജീവൻ പോയാൽ പോലും എനിക്കൊരു പേടിയില്ല. അണ്ണനും വല്ലതും പറ്റിയാലോ? മണ്ണിൽ തീരാ കനവെല്ലാം മൂടുന്നേ. അങ്ങനെ ഏകദേശം ഒരു 10 വർഷം ഞാൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഇന്ത്യക്ക് രേഖകൾ ചോർത്തി കൊടുക്കാൻ വേണ്ടി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് അവന്മാരെന്നെ പിടിക്കുകയൊക്കെ ചെയ്തു. ജയിലിലൊക്കെ കിടന്ന്, നമ്മുടെ ഈ ജയിൽ പോലൊന്നും അല്ല അവരുടെ ജയിൽ, ഒരു നരകം തന്നെ ഞാൻ അനുഭവിച്ചു കുറേ. അല്ല മാമൻ എങ്ങനെ പട്ടാളത്തിൽ കയറി? പണ്ട് കാലത്തെന്നൊക്കെ പറയുമ്പോഴേ പട്ടാളത്തിൽ പോകാനൊന്നും ആർക്കും താല്പര്യമില്ല. പട്ടാളത്തിൽ വിളിച്ച് കയറ്റുമായിരുന്നു. വീട്ടിലെ ഈ പ്രാരാബ്ദം കൊണ്ടൊക്കെ ഏതോ ഒരു ട്രെയിൻ കയറി ഇതൊക്കെ തിരക്കി കണ്ടുപിടിച്ച് അങ്ങ് പോയതാ. രാജ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വലിയ പാടാ മാമ. എക്സാം, ഫിസിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചിലർക്ക് നേരത്തെ കിട്ടും, അങ്ങനെ ചിലരൊക്കെ കയറുന്നുണ്ട് നേരത്തെ. പക്ഷേ ഫിസിക്കൽ അതൊരു പരിപാടി നടക്കത്തില്ല. ചുമ്മാ അല്ല നീ രാവിലെ കിടന്ന് ഓടുന്നതില്ലയോ? എനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അമ്മ അമ്പലത്തിൽ നേർച്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കിട്ടുമായിരിക്കും. അതൊക്കെ കിട്ടും മോനെ. എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അവളെ എങ്ങനെയാലും എനിക്ക് കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ +2 കഴിഞ്ഞപ്പോൾ കഷ്ടപ്പെട്ട് പട്ടാളത്തിൽ പോയത്. എന്നിട്ട് പുള്ളിക്കാരി തന്നെയാണോ കെട്ടിയേ? എവിടുന്ന്? പട്ടാളത്തിൽ ജോലി കിട്ടിയപ്പോൾ എനിക്ക് വലിയ ഡിമാൻഡായി. അപ്പോൾ ഞാൻ വേറെ വലിയ സാമ്പത്തികമുള്ള വീട്ടിലെ പെണ്ണിനെ കെട്ടി. എങ്ങനെ? അവസാനം കുറേ കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ഞാൻ പട്ടാളത്തിൽ കയറി. ട്രെയിനിങ് എന്നെ നല്ലൊരു അച്ചടക്കമുള്ളൊരു വ്യക്തിയാക്കി മാറ്റി. പിന്നെൻ്റെ എല്ലാ ജീവിതവും അവിടെ തന്നെയായിരുന്നു ഈ നിമിഷം വരെ. എൻ്റെ ഈ സ്പീച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ പട്ടാളത്തിൽ പോകാൻ താല്പര്യപ്പെട്ടാൽ അതെന്റെ വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഈ സ്പീച്ച് കേൾക്കാൻ ഇവിടെ 1-2 പേരേ ഉള്ളൂ എന്ന് എഴുതി ഈ രാജ്യത്തോട് നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലെന്നല്ല എൻ്റെ അർത്ഥം. ചെറിയൊരു കാര്യം മതി നിങ്ങൾക്ക് ഈ രാജ്യത്തോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ. पंजाब सिंध गुजरात मरा. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേച്ചി.